ഗില്ലിമാരിയില്ലല്ലേ? ഗില്ലിമാരി ഒന്നുമില്ല. ഹരി ഡയറക്ഷൻ കൊള്ളാം, പടം പോകും. വിശാലിന്റെ സാധാരണ പടത്തിനെ കട്ടി നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. എങ്ങനെയായിരുന്നു? താമര പറഞ്ഞ പോലെയൊക്കെ വന്നായിരുന്നു? അതായത് വേറെ ലെവല്. അതിന് വേറെ ലെവല്. താമരയാണ് ബെസ്റ്റ്. പടം മാസാണ്. മാസ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്ന് കാണാം. இல்லை அடிப்பொலி சூப்பராக எடுத்துருக்காங்க. ஹரி சார் படம்னால நல்ல விறுவிறுப்பாக இருக்கும். சூப்பராக எடுத்துருக்காங்க. நல்லா எடுத்துருக்காங்க. இல்லை அடிப்பொலி சூப்பராக எடுத்துருக்காங்க. ஹரி சார் படம்னால நல்ல விறுவிறுப்பாக இருக்கும். நல்ல சென்டிமெண்ட் காட்சியாகவும் இருக்குது. ரொம்ப அழகாக எடுத்துருக்காரு. நல்லா நடிச்சிருக்காரு. விஷால் சார் வேற லெவலில் பட்டா கிளப்பிருக்காரு. படம் நல்லா எடுத்திருக்காங்க. விஷால் ஃபைட்டு சூப்பராக இருக்கும். ஆக்ஷன் நல்லா இருக்கு. நல்லா எடுத்துருக்காங்க. ஆமாம், அது கரையாக அந்த பூஜை பாணியில் எடுத்திருக்காங்க. சூப்பர் ஆக்ஷன் சூப்பராக இருக்கு. எப்படி விஷால் அந்த பழைய விஷால் எனர்ஜியில் தான் வந்திருக்காரு. அதே விஷாலாட்டு தான் வந்திருக்காரு. எந்த ஒரு மாற்றமும் இல்லை. ഗില്ലിമാരിയില്ലല്ലേ? ഗില്ലിമാരി ഒന്നുമില്ല. அந்த டைரக்ஷன் ഹരി ഡയറക്ഷൻ കൊള്ളാം, പടം പോകും. പഴയ തങ്കത്തില് സിംഗം അതിൻ്റെ ഉള്ള സ്പീഡ് ഒന്നുമില്ല. കാണാൻ കൊള്ളാം, നല്ല രസമുണ്ട്. അടിയായിട്ടുള്ള രംഗമൊക്കെ എങ്ങനെയുണ്ട്? ഹരിയുടെ ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? മൊത്തത്തിൽ സിനിമ കൊള്ളാം. എല്ലാ നടന്മാരുടെ സിനിമയും നടനും നടിയും എല്ലാം കൊള്ളാം. വിശാലിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്. വിശാലിന്റെ സാധാരണ പടത്തിനെ കട്ടി നന്നായിട്ടുണ്ട്. എങ്ങനെ ആക്ഷൻ ഭയങ്കര ഓവറാണ്. ഇങ്ങനെ കാണാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ആക്ഷനാണ്. ആക്ഷൻ ഭയങ്കര വയലൻസ് ആണ്. നന്നായിട്ട് പടം നന്നായിട്ടുണ്ട്. പറഞ്ഞ് ഭയങ്കര ആക്ഷൻ സീക്വൻസ് ആണ് നമുക്ക് കണ്ടിരിക്കാൻ. സൂപ്പറാണ്. എന്താണ് ഇഷ്ടപ്പെട്ടത്? ആക്ഷൻ തന്നെയാണ് അതിൽ. ആക്ഷൻ ഫുൾ ആക്ഷൻ. പലരും പറഞ്ഞ് ഭയങ്കര ആക്ഷനാണ്. ആക്ഷൻ കൊടുക്കും. കുഴപ്പമില്ല. എങ്ങനെയായിരുന്നു? താമര പറഞ്ഞ പോലെയൊക്കെ വന്നായിരുന്നു? അതായത് വേറെ ലെവല്. അതിന് വേറെ ലെവല്. താമരയാണ് ബെസ്റ്റ്. ഇത് ആക്ഷൻ മാത്രമേ കൂടുതലുള്ളൂ. നടി എങ്ങനെ? നായികയായിരുന്നു. കുഴപ്പമില്ല. എങ്ങനെ മറ്റുള്ള ഒരു വിശാൽ പടങ്ങൾ പോലെ തന്നെ ഫുള്ളൊരു അടി, പ്രണയം? പലരും പറഞ്ഞു അത് ഫൈറ്റൊക്കെ ഭയങ്കരമായിട്ട് വയലൻസ് ആയിട്ട് കളിയാണ്. സൂപ്പർ തന്നെ. സോങ്സ് ബീജിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സോങ് അത്ര കയറ്റൊന്നും ഇല്ല. നടി ആരായിരുന്നു? അതോ ആരംഭ നടി എന്തായാലും കൊള്ളാം. ഒരു ജോഡി കൊള്ളായിരുന്നു ഇവരുടെ. പക്ക മാസമാണ്. ഒരു മാസ് തന്നെയാണ് അത്. സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുണ്ട്? വ്യത്യസ്തമൊന്നുമല്ല. പടം മാസാണ്. മാസ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്ന് കാണാം. വയലൻസ് രക്ഷയില്ലാതെ ബ്ലഡിന്റെ കളിയായിരുന്നു. പക്ക വയലൻസ് തന്നെയാണ്. വയലൻസ് കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. മറ്റുള്ള ഹരിപ്പടത്തിൽ നിന്ന് എങ്ങനെയാണ്? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പഴയ സംഭവങ്ങളൊക്കെ ഹരി എടുത്തിട്ടുണ്ട്. ഹരി എഫക്റ്റും കാര്യവും ഹരി സ്റ്റൈലൊക്കെ. എന്നാൽ പോലും ഇപ്പൊ ഈ ഒരു 2024 ഇറങ്ങിയിട്ട് എങ്ങനെയാണ് നമുക്കൊരു കണ്ടോണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. ഒരു ആവറേജ് പടം. നല്ല പടം. എന്താ ഇഷ്ടപ്പെട്ട ഈ പടത്തിൽ? ഒരുപാട് ഇഷ്ടപ്പെട്ടത് വിശാലിന്റെ ക്യാരക്ടർ. എന്തായിരുന്നു പേര്? വിശാലിന്റെ ക്യാരക്ടറിന്റെ പടത്തിന്റെ പേര് തന്നെയാണ്. എങ്ങനെയുണ്ട്? ഫൈറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫൈറ്റും കാര്യമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് ജോഡി എങ്ങനെ ഉണ്ടായിരുന്നു? അടിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. സോങ്സ് എല്ലാം കൊള്ളാം. നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ടൊന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല ഒരു പ്രത്യേക രീതിയിലുള്ള എന്താണ് ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റോറി? നമ്മൾ ഒരു റിയൽ ആയിട്ടുള്ള കാണുന്ന പോലെ ഉണ്ട്.